ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈറ്റ്സായി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ കുറേ നാളുകളായി നമ്മളെ ചാനലിൽ വീഡിയോസൊന്നുമില്ല. കാരണം ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ടാണ്, പേഴ്സണൽ ഇഷ്യൂസ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരികയാണ്. അത് കേരളത്തിലേതല്ല, കർണാടകത്തിലെ നമ്മുടെ തുംകൂർ മുതൽ ചിത്രദുർഗ വരെയുള്ള ചെറിയ റോഡ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അത് നാഷണൽ ഹൈവേ ആണ്, നമ്പർ എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് ദിവസം മുമ്പിൽ ഞാനൊരു യാത്ര പോയിരുന്നു. അപ്പോൾ ആ യാത്രയിൽ നല്ലൊരു വ്യൂസ് കാണാൻ തുടങ്ങി. നമ്മുടെ ഈ ഒരു തുംകൂർ ടൗണിനടുത്ത് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് എടുത്തതാണ് ഈ ഒരു വീഡിയോസ്. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലെ മടുപ്പും പിന്നെ ബിൽഡിങ്ങും പൊടികളും തിരക്കുകളും കഴിഞ്ഞ് ഒരു പക്ഷേ 2 മിനിറ്റ് മുന്നേയായിരിക്കും ഞാൻ ഈ ബസ് സ്റ്റാൻഡിലെത്തി. ഞാൻ ബുക്ക് ചെയ്ത ബസ് കിട്ടിയത്. അപ്പോൾ അതിന് മുമ്പേ ആ ബസ് സ്റ്റാൻഡിലേക്ക് വരാനുള്ള ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള ധൃതിയും കൊണ്ട് അവശനായി ഞാൻ ഈ ബസ് കയറിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബോറടിയായിരുന്നു. രാവിലെ തന്നെ ഒരു ട്രിപ്പ് പോകുമെന്നെല്ലാം പറയുമ്പോൾ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോവായിരുന്നു. പക്ഷെ അതൊരു ബോർ ട്രിപ്പായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ബസ് കയറി ഏകദേശം തുംകൂർ എത്തുന്നത് വരെ. അപ്പോൾ നമുക്ക് തുംകൂർ എത്തുമ്പോൾ നമുക്ക് കാണുന്ന നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നാച്ചുറൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തുംകൂർ ടൗണാണിത്. തുംകൂർ ടൗണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ടൗണാണ്, പക്ഷേങ്കിൽ അവിടെ ട്രാഫിക് ജാം ആകുന്നത് കൊണ്ട് തന്നെ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴും ആ ഫ്ലൈ ഓവറൊക്കെ റെഡിയായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ചെറിയൊരു ട്രാഫിക് ഡീവിയേഷൻ ചെയ്തിട്ടുണ്ട് ഈ റോഡിൽ. ഇത് 3+3 ലൈൻസ് ആണ്. ഈ റോഡ് തന്നെയാണ് മുംബൈ ടു ബാംഗ്ലൂർ, പൂനെ ടു ബാംഗ്ലൂർ ഹൈവേ, ഗോവ ടു ബാംഗ്ലൂർ ഹൈവേ അങ്ങനെ പറയാം. ഒരുപാട് നല്ല കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഒരുപക്ഷെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഭൂമിയിൽ കാണുന്ന ചില കൗതുക കാഴ്ചകൾ. കൗതുകളെന്ന് പറയുന്നത് ഒരു വേറിട്ട കാഴ്ചകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാംഗ്ലൂർ സിറ്റി കഴിഞ്ഞ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ കംപ്ലീറ്റായി ചെറിയ വില്ലേജുകളാണ്. ആ വില്ലേജിൽ കുറച്ച് ബിൽഡിങ്ങുകളുണ്ടാകും. അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് നാട്ടിൽ കാണുന്ന പോലെ കുന്നും മലകളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. 1-2 മലകൾ കണ്ടാൽ ആയി, കുന്നുകൾ കണ്ടാലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഈ ഒരു വീഡിയോസിൻ്റെ എടുക്കാനുള്ള കാരണം. നമ്മൾ ഏകദേശം തുംകൂർ ടൗണിനടുത്ത് കാണുമ്പോൾ ഒരു ചെറിയൊരു മല കണ്ടിരുന്നു. പിന്നെ ഒരു കുന്നോ മലപ്രദേശങ്ങളൊന്നും കാണുന്നില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഏരിയയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ എന്താണ് അണ്ടർപാസിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. പുതിയൊരു ഡെവലപ്മെൻ്റാണിത്. അതോടൊപ്പം ഈ ഒരു ഹൈവേയിൽ സ്പീഡ് ലിമിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് സ്പീഡിലും പോകാം. അതുകൊണ്ട് തന്നെ തിരക്കുകൾ വളരെ കുറവാണ്. നമുക്കിടക്കൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പായുന്നത് കാണാം. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ചെറിയ ലോ സ്പീഡിലായി കണ്ടാൽ നല്ല വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാനത് ആ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് സ്പീഡാക്കി കാണിച്ചതാണ് ഈ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഒന്ന് പോസാക്കി ചെയ്താൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മളൊന്ന് യാത്ര തുടങ്ങുകയാണ്. രാജഹംസിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സീറ്റിലിരുന്നിട്ട്. ഈ റോഡിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുംബൈയിലേക്കും ഗുജറാത്തിലേക്കും പിന്നെ ഈ ഗോവ, പൂനെ എന്നീ സിറ്റികളിലേക്കുമുള്ള ചരക്ക് വാഹനങ്ങളാണ് കൂടുതലും. അവിടുന്ന് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് അവിടത്തേക്കുള്ള ചരക്ക് വാഹനങ്ങൾ കൂടുതലുണ്ടാകുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്താൽ നമുക്ക് നല്ല സുഖകരമായ യാത്രയാണ്. ഇങ്ങനെയുള്ള 1-2 ബിൽഡിങ്ങുകൾ മാത്രമേ നമുക്ക് ഈ റോഡിൽ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എൻജോയ് ചെയ്തുള്ള യാത്ര ഫുള്ളായിട്ട് കാണാം. ഇതിൽ മുന്നിലായിട്ട് നമുക്ക് സിര എന്ന ടൗണും
പിന്നെയുള്ളത് ഹുരിയൂർ എന്ന ടൗണും ടച്ച് ചെയ്യാതെയാണ് യാത്ര പോകുന്നത്. ഫുള്ളായിട്ട് ഒന്ന് കാണാൻ നമുക്ക് വിശദമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതിനിടയ്ക്കുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് പരിചയമില്ല. എന്തായാലും ഫുള്ളായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതായത് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഒരു നല്ലൊരു വ്യൂസാണ് ഒക്കെ. നമ്മളൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഓരോ പ്രദേശത്തിലെ ഓരോ വ്യൂസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നാഷണൽ ഹൈവേയിൽ ഡിവൈഡറായി വെച്ചിരിക്കുന്നത് കുറേയേറെ പൂക്കളുള്ള ചെടികളാണ്. അപ്പം അതൊക്കെയാണ് ഈ യാത്രയുടെ ഒരു വ്യത്യസ്തമായ അനുഭവങ്ങൾ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന തെങ്ങിൻ്റെ ഫീൽഡുകളാണ്. ഇതൊക്കെ വളരെ ഉൾപ്രദേശങ്ങളാണ്. ഈ ഒരു യാത്ര ചെയ്യുന്ന ഈ ഒരു പ്രദേശങ്ങളൊക്കെ തെങ്ങും തോപ്പുകളും മാത്രം ഉള്ള ബിൽഡിങ്ങുകളൊന്നും വളരെ വിരളമായ ഒരു കാഴ്ചകൾ, വളരെ നീണ്ടു നിൽക്കുന്ന ഭൂമി പ്രതലത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലൊന്നും ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. ഏരിയ കഴിഞ്ഞുള്ള നല്ല നല്ല ടൗണിൽ മാത്രം നല്ല നല്ല ഫുഡ് കിട്ടുള്ളൂ. അവിടുന്ന് ഭക്ഷണത്തിൻ്റെ ഒരു ഇതാണ് ഹോട്ടലിൻ്റെ ഒരു ലഭ്യത വളരെ കുറവുള്ള ഏരിയകളാണ് ഈ ഏരിയ. അപ്പോൾ ഈ രാത്രി സമയത്ത് ഏകദേശം 8 മണിക്ക് ശേഷം പകൽ രാവിലെ മോർണിംഗ് 5 മണിക്ക് ശേഷം നല്ലൊരു ട്രാഫിക്കുള്ള ഏരിയ. ബാംഗ്ലൂർ തിരിച്ചുള്ള ഒരു യാത്ര സൗകര്യപ്രദമായ റോഡാണ് നമ്മുടെ ഈ ഒരു ബാംഗ്ലൂർ പൂനെ എക്സ്പ്രസ് വേ. അതിലേക്കുള്ള മനോഹരമായ ഒരു യാത്രയാണ്. അപ്പോൾ നമ്മളത് കാണുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കുറച്ച് കാഴ്ചകളാണ്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഫ്രണ്ടിലും കുറേ നല്ല റോഡ് വ്യൂസ് ഉണ്ട്. അതൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ വോയിസ് ബോറെ തോന്നുന്നത് മ്യൂട്ടായിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാം. പക്ഷെ മിസ്സാക്കരുത്, കാരണം നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇതാണ് മറ്റൊരു ടോൾ ബൂത്ത്. ഇവിടെ ചെറിയൊരു ബ്രേക്ക്, അതായത് ടോൾ പേ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ബ്രേക്ക് മാത്രമേ അതിവിടെയുള്ളൂ. അത് കഴിഞ്ഞാൽ ഫ്രീ ആണ്. വീണ്ടും യാത്ര തുടങ്ങുകയാണ്.
അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വ്യൂ എടുക്കാൻ കാരണം ഒരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ അങ്ങ് ദൂരെ കാണുന്ന മലനിരകൾ അത് കംപ്ലീറ്റ് ആയിട്ട് ടർബുലേറ്റർ വെച്ചിരിക്കുകയാണ്. വിൻഡ് മിൽസ്, വലിയ വിൻഡ് മിൽസ്. അതിങ്ങനെ പക്ഷെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റില്ല. ഈ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് ഏകദേശം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ ഈ റോഡിൽ നല്ല കാറ്റാണ്. അപ്പോൾ നമുക്ക് കാറിലൊക്കെ ഓടുമ്പോൾ, കാറൊക്കെ ഓടിച്ച് പോകുമ്പോൾ വിൻഡ്, അതായത് സൺഗ്ലാസ് നമുക്ക് താഴ്ത്തിയിട്ട് പോകാൻ പറ്റില്ല, AC ഇട്ടിട്ട് മാത്രമേ പോകാൻ പറ്റൂ. കാരണം ചൂടും കൂടിയിട്ട് നല്ല കാറ്റാണ്. അതുകൊണ്ടാണ് ഈ വിൻഡ് മിൽസിലും അവിടെയൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ചിത്രദുർഗ എത്താനായി. അപ്പോൾ അതിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാണുന്നില്ലേ ആ ഒരു നിരകളിലൊക്കെ കാണുന്നത് ചെറിയൊരു വര പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് വിൻഡ് മിൽസ്. അതാണ് ഈ ഒരു റോഡിൻ്റെ, ഈ ഒരു ചിത്രദുർഗയുടെ പ്രത്യേകത. ഞാൻ കണ്ടിടത്തോളം ചിത്രദുർഗ എന്നത് വളരെ ഡ്രൈ ലാൻഡാണ്. അതിൻ്റെ അടുക്ക തന്നെയാണ് നമ്മുടെ ഒരു മറ്റൊരു സ്ഥലമുള്ളത്. ആ സ്ഥലത്തിൻ്റെ പേര് ഏകദേശം എന്താണ്, ഈ കല്ലും പാറകളും മാത്രമുള്ള സ്ഥലം. അതും ഇതും ഏകദേശം ചെറിയൊരു കുറച്ച് കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ ചിത്രദുർഗയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ പറ്റുന്നത് കല്ലും പാറക്കൂട്ടുകളും മാത്രമാണ്, ചെറിയ ചെറിയ മലനിരകളും. അപ്പോൾ ആ മലനിരകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വിൻഡ് മിൽസാണ്. അപ്പോൾ നമുക്ക് ഇത് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല, ഉണ്ടാവും, പക്ഷേ എങ്കിൽ അത്ര ക്ലിയർ അല്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോർ ഇതിൽ നിന്ന് എടുക്കുന്നതാണ് വീഡിയോസ്. ഏകദേശം നമ്മൾ എത്തി തുംകൂറിൽ, അല്ല നമ്മുടെ ഈ ഒരു ചിത്രദുർഗയിലെത്തി, ടൗണാണിത്. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമുക്ക് വീണ്ടും അടുത്തൊരു ട്രിപ്പിലേക്ക് കാണാം. ഇതാണ് ചിത്രദുർഗ ടൗൺ. ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് വെറും കല്ലും കൂട്ടങ്ങളാണ്, മരങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഏകദേശം ഡ്രൈലാൻഡ് എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് ഈ ഒരു ചിത്രദുർഗയുടെ വിശേഷങ്ങൾ. ഈ ഒരു യാത്ര എന്താണ് കാഴ്ചകൾ അല്ലെങ്കിൽ അറിവുകൾ കണ്ടു. കല്ലുകൂട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ചിത്രദുർഗയിൽ കാണുക. അതിന് ശേഷം കാണുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കൈറ്റ്സ് ഐ. വീണ്ടും കാണാം പുതിയ കാഴ്ചകളുമായി. നമ്മൾ ചിത്രദുർഗയും കഴിഞ്ഞ് പോണേ.